ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പാലക്കും പരിപ്പും കൂടെ കറി വയ്ക്കാം. പാലക്ക് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെക്കുക. ഒരു കുക്കറിനകത്തോട്ട് സാമ്പാർ പരിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇടുക. പിന്നീട് നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ച പാലക്കും കൂടി ഇട്ട് കൊടുക്കാമേ. അതിന് ശേഷം ഞാൻ തക്കാളി, ഇഞ്ചിയില്ല, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞുകൊണ്ട് വന്നതല്ലേ, എല്ലാം കൂടെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടു, സവാള ഉള്ളി അരിഞ്ഞതിട്ടു, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിയണം, അതിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അതിനാവശ്യത്തിന് വെള്ളം, പരിപ്പ് വേകാൻ ഇച്ചിരി വെള്ളം ഒഴിക്കണം. വേറൊന്നിനും വേവില്ല, പരിപ്പിന് മാത്രമേ ഉള്ളൂ. ഒരു അര ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണേ. അത് ഒഴിച്ച് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു വിസിലടിക്കുന്നത് വരെ നമുക്ക് വേവിച്ചുകൊണ്ട് വരാം. ഇനി ഒരു അരപ്പിനുള്ള തേങ്ങ എടുക്കുക. തേങ്ങ എടുത്ത് അതിനകത്തോട്ട് ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി കൊണ്ടുവരാം. അത് പേസ്റ്റാക്കിക്കൊണ്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഈ കുക്കറിൽ വെച്ച സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. അത് നമുക്ക് സ്പൂണും കൊണ്ട് ഒന്നുകൂടെ പൊടിച്ച് ചേർത്തിട്ട് ഈ വേറൊരു പാനിനകത്തോട്ട് അത് മാറ്റാം. ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. ചട്ടിയിലോട്ട് അത് വെച്ച് നമ്മുടെ ഈ അരപ്പെല്ലാം കൂടെ അതിനകത്തോട്ട് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി, നമുക്ക് ഈ സമയം അതിനാവശ്യമായ ചാറൊക്കെ എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. നല്ല ചൂടായാൽ മതി, തിളയ്ക്കണ്ട. പച്ചത്തേങ്ങ അരച്ച കറികളൊന്നും തിളപ്പിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ഇത് നല്ലതായിട്ട് ആവി വരുന്നത് പോലെ ചൂടാക്കിയാൽ മതി. അതോടെ ഇരുന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഇനി കടുക് വറുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുകിടുക. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ചെറിയ ജീരകമാണ് ഞാൻ ഇടുന്നത്. ആദ്യം നമ്മൾ അരച്ചില്ലായിരുന്നു ചെറിയ ജീരകം അരപ്പിനകത്ത്, അതിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് സവാള ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇടാം. പിന്നെ കരിവേപ്പിലയും കൂടെ ഇട്ട് രണ്ടും ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കറിക്ക് ഒരു ഭംഗി കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും, അല്ലെങ്കിൽ വെളുത്തിരിക്കത്തില്ലേ, കൊള്ളത്തില്ല. അപ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുമ്പോൾ ഒരു ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അത് എന്നിട്ട് നമുക്കെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കി വെച്ച് നമ്മൾക്ക് ഉപയോഗിക്കാൻ റെഡിയാകും. നമ്മുടെ പാലക്കും പരിപ്പും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ, ബൈ.